ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. അത് ഇപ്പൊ മുമ്പ് ഉണ്ടായവർ എന്ത് ചെയ്തു, ഇപ്പോൾ ഉള്ളവർ എന്ത് ചെയ്യുന്നു, ഇനി വരാൻ പോകുന്നവർ എന്ത് ചെയ്യും? അപ്പൊ എല്ലാം ഒക്കെ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കുമ്പോഴേ നമ്മൾ പൊതുജനം കഴുതിയും അവര് അദാനി ഇപ്പൊ ഇന്ത്യ ശരിക്കും അദാനി ഗ്രൂപ്പിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്ന എനിക്ക് തോന്നാൻ. അതൊന്നും ജയിക്കുന്ന ആളും ജയിക്കില്ല. ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ പള്ളിയും പട്ടക്കാരൊക്കെ കൊണ്ട് മുന്നേ പരസ്യങ്ങൾക്ക് ആൾക്കാർക്ക് അറിയൂ. അതുകൊണ്ടൊന്നും ആള് ജയിക്കുന്നില്ല. തൃശ്ശൂർ അരി കൊടുക്കുന്നുണ്ട്, വരല അരി 25 രൂപ 27 കൊടുക്കുന്നുണ്ട്. ഇവിടെ 300 ആൾ അങ്ങോട്ട് തൃശ്ശൂർ തന്നെയാണ്, ഞാൻ പൂരമാണ്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. തൃശ്ശൂർ ആരെടുക്കും? തൃശ്ശൂർ സുരേഷ് ഗോപി തന്നെ 100%. എന്തുകൊണ്ടത്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഭരണ നേട്ടവും ഇവിടുത്തെ ഭരണ പരാജയവും. എന്തൊക്കെ നേട്ടങ്ങളാണ് എടുത്തു പറയാനുള്ളത് കേന്ദ്രത്തിൽ? എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പദ്ധതികളുണ്ട്. റോഡ് വികസനമായാലും അമൃത് പദ്ധതികൾ, കുടുംബക്ഷേമ പദ്ധതികൾ, സ്ത്രീ ശാസ്ത്രീകരണം ഏറ്റവും വലിയൊരു നല്ല ഒരു സംഭവം തന്നെയാണത്. സ്ത്രീ ശാസ്ത്രീകരണം അതിലൊക്കെ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക്. ഈ സുരേഷ് ഗോപിയുടെ ഒരു താരപരിവേഷം ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഓട്ടാക്കാൻ പറ്റുമോ? അങ്ങനെ താരപരിവേഷം ഒന്നും ആൾക്കില്ലല്ലോ. താരാണെങ്കിലും ആൾക്കാർ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കും LDF സ്ഥാനാർത്ഥിക്കും ഒരു വിധത്തിൽ ഇവിടെ സ്വാധീനമില്ല, അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യത? അവർക്ക് സ്വാധീനം എന്ന് പറയാനായിട്ട് അവർ പാർട്ടി ലെവലായിട്ട് ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ജനങ്ങളിലൊന്നും വലിയ സ്വാധീനമൊന്നുമില്ല. ഏയ് അപ്പൊ ഇപ്രാവശ്യം നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വോട്ട് ചെയ്യുക ആളുകൾ? അതെ, സത്യമായിട്ടുള്ള കാര്യമാണ് അത്. അപ്പൊ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതെ 100%. ചേട്ടാ, തൃശ്ശൂർ ആരെടുക്കും? തൃശ്ശൂർ സുരേഷ് ഗോപി തന്നെ എടുക്കും. എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പ്? അത് കേരളത്തിൻ്റെ ദുർഭരണം കാരണമാണ്. കേരളത്തിന്റെ ദുർഭരണം ഒന്നുകൊണ്ട് മാത്രം സുരേഷ് ഗോപി ജയിക്കും എന്നാണ് പറയണത്? അല്ല, മോദിയുടെ നല്ല ഭരണം കൊണ്ടും കൂടിയാണ്. കേരളത്തിലെ എന്തൊക്കെ ദുർഭരണമാണ് ഇവർ ഈ കാലം കൊണ്ട് ചെയ്തു തീർത്തെന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എല്ലാം ദുർഭരണമാണല്ലോ അവരോണ്ട് ദുർഭരണമാണെന്നാണോ? അതെ അതെ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മ വരുമെന്ന് പറയാൻ പറ്റുമോ? ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ പെൻഷനില്ല, പിന്നെ എല്ലാ വീട്ടിലും അമ്മമാരൊക്കെ പെൻഷൻ കിട്ടാണ്ടും കാര്യങ്ങളൊക്കെ ഇതായിട്ട് വിഷമിച്ച് കിടന്ന് നടക്കുകയാണ്. ഇന്ന് മുതൽ പെൻഷൻ തുടങ്ങുന്നെന്ന് പറയുന്നായിരുന്നു. അത് അപ്പോൾ പെൻഷൻ ആയില്ല ഇലക്ഷന് മുന്നേ തന്നെ? അത് കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കണതല്ലേ? അല്ല, കേന്ദ്രത്തിൽ നിന്ന് 200 രൂപയല്ലേ പെൻഷൻ കൊടുക്കണുള്ളൂ. ബാക്കി 1600 1400 കേരള സർക്കാരിൻ്റെ ആണല്ലോ. അപ്പോൾ ഇപ്പോഴും ആളുകൾക്ക് 2 മാസത്തെ പെൻഷൻ ഇന്ന് കൊടുക്കുന്ന പറയണം. അപ്പോൾ പിന്നെ പെൻഷൻ ഇല്ല എന്ന് നമുക്ക് ഇനി പറയാൻ പറ്റുമോ? പെൻഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കൊടുക്കാൻ വൈകിയെന്ന് പറയാം. വൈകിന്ന് പറയാം. ഇലക്ഷൻ വിജയിച്ചിട്ടാണല്ലോ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇലക്ഷനെ മുൻനിർത്തിയാണ് ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടും തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് പറയുന്നത്. 100% ജയിക്കുന്ന തന്നെയാണ്. ചേട്ടാ, തൃശ്ശൂർ ആരെടുക്കാൻ സാധ്യത? തൃശ്ശൂർ ഇടതുപക്ഷം പി സുനിൽകുമാർ. അതെന്താ എത്ര ഉറപ്പ് പറയണം? ഇത് മതന്യൂനപക്ഷങ്ങളും മറ്റേ ഉള്ള രാഷ്ട്രീയ സ്ഥിതികളൊക്കെ വെച്ചിട്ട് ജീവിക്കേണ്ട മനുഷ്യന്. ഇവരൊക്കെ മതത്തിനും വർഗീയവാദികളൊക്കെ ആയിട്ട് അപ്പുറത്ത് നിൽക്കുമ്പോൾ അവർക്ക് ആരോട് ചെയ്യില്ലല്ലോ, സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിനയം തന്നെയാണ് ഇത്. അപ്പോൾ പെണ്ണുങ്ങളുടെ അടുത്തായാലും ആരുടെ അടുത്തായാലും അഭിനയിച്ച് ഇത് ചെയ്യുക. അപ്പോൾ സാധാരണക്കാരൻ്റെ അടുത്തേക്കൊന്നും നേരിട്ട് വരുന്നില്ല, സംസാരിക്കണമില്ല, ഇടപെടലുകളും അറിയില്ല. അപ്പോൾ പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ ആരും മുതിരില്ല. അതാണ് സത്യം. അവർ കാണുന്നത് എന്നുണ്ടെങ്കിൽ അവർ അദാനി ഇപ്പൊ ഇന്ത്യ ശരിക്കും അദാനി ഗ്രൂപ്പിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ ഓരോ ഭാഗങ്ങളൊക്കെ ക്ലിയർ എഴുതി കൊടുക്കല്ലേ, റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും അതൊക്കെ അവർക്ക് അദാനി ഗ്രൂപ്പിന് എഴുതി കൊടുക്കണം. അതിൻ്റെ ഒരു ഭാഗം ഇവർ ചെന്നാലും അത് തന്നെയല്ല സപ്പോർട്ട് ചെയ്യല്ലോ. അപ്പോൾ നമുക്ക് സാധാരണക്കാരൻ എന്നിട്ടാ അപ്പോൾ നമ്മളുടെ മേലെ ഇങ്ങനെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൂടി വരും. അതന്നെ മുരളീധരൻ മത്സരിക്കണ്ടല്ലോ തൃശ്ശൂർ ജില്ലയിൽ. വടകര എന്ന സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂർ ജയിക്കാൻ വേണ്ടി ഇവിടേക്ക് അവസാന നിമിഷം മാറി വന്ന ആളാണ്. അതെ. അപ്പോൾ ആളുടെ ജയസാധ്യത എങ്ങനെ? ആള് ഒരു അവസരവാദി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ആദ്യമേ തൊട്ട് പല സ്ഥലത്തു നിന്ന് തോറ്റും നിന്നും അവർ പരീക്ഷിക്കാൻ കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അയാൾ. കാരണം ഇപ്പോൾ വടകരയിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അന്നത്തെ രാഷ്ട്രീയ സ്ഥിതി വെച്ചിട്ട് ആൾ ജയിച്ചതാണ്. പിന്നെ ഇപ്പോൾ നേമത്ത് പൊട്ടി, തൃശ്ശൂർ പൊട്ടി, പല ദിക്കിൽ നിന്ന് വടക്കാഞ്ചേരിയിൽ ബൈ ഇലക്ഷനിൽ നിന്നിട്ട് നിയമസഭയിലേക്ക് മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ഒരു മന്ത്രി ബൈ ഇലക്ഷനിൽ തോൽക്കാന്ന് പറഞ്ഞ ചരിത്രത്തിൽ ആദ്യമായിട്ട് അദ്ദേഹമാണ് നിന്ന് തോറ്റിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് തൃശ്ശൂർ സാധ്യതയില്ല? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല.
ഈ സുരേഷ് ഗോപിയുടെ സാധ്യതയും ഈ പറഞ്ഞ പോലെ സാധ്യതയില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ജനങ്ങളിപ്പോൾ ആള് വരുന്നിടത്ത് ജനങ്ങൾ കൂടുന്നു പറഞ്ഞാൽ അതൊക്കെ ഓട്ടായി മാറണമെന്നില്ല. അതൊരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ സ്ത്രീകളായാലും കുട്ടികളായാലും മറ്റുള്ള ആൾക്കാരൊക്കെ കൂടും. അതിൽ വിട്ടൊന്നും കാണാനില്ലേ. ഈ കേന്ദ്ര ഭരണത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഇത്തവണ? മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണിപ്പൂരും അതുപോലെ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ, പക്ഷെ നമ്മൾ മാത്രം അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. മറ്റേ വടക്കേ ഇന്ത്യയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ ഈ നേതാക്കന്മാരെ മാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തി പറയുമ്പോൾ അത് അങ്ങനെ തന്നെ അംഗീകരിക്കുക, അല്ല അത് അനുസരിക്കുക എന്നുള്ളതാണ് അവരത്. അവർക്ക് അതിൻ്റെ രാഷ്ട്രീയ ഇതൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് അവർ അവിടെ ജയിച്ചു പറഞ്ഞത്. കേന്ദ്രത്തില് ഒരു പ്രാവശ്യം കൂടെ അപ്പോൾ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നാണോ? സാധ്യതയുണ്ട് എന്നല്ല, അത് മൊത്തത്തിൽ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടുകൂടിയാണെങ്കിൽ ആൾ കയറില്ല, അദ്ദേഹം കയറില്ല. അതായത് ഇപ്പോഴത്തെ ഇന്ത്യയിലെ മൊത്തത്തെ സ്ഥിതി അനുസരിച്ച് കഴിയുമ്പോൾ അദ്ദേഹം കയറാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ അവിടെ ഈ LDF ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി കേരളത്തിൽ ഭരിക്കുകയാണെങ്കിൽ ഭരിക്കണം എന്നുള്ളതാണ്. അതാണ്. അതെ ജില്ലയിലെ സുനിൽകുമാർ ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കും. കേരളത്തിന്റെ മൊത്തത്തിലൊരു അവസ്ഥ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ഏകദേശം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ അവസ്ഥയിൽ ഒക്കെ വിട്ട് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ഭൂരിപക്ഷം സീറ്റുകളും ഇടതുപക്ഷത്തിന് എടുക്കാൻ സാധ്യതയുണ്ട്. തൃശ്ശൂര് ആര് ജയിക്കാനാണ് സാധ്യത? അത് മുരളി ജയിക്കും, ഉറപ്പാ. അത് അത് അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. മറ്റവർക്ക് അങ്ങനെ ചെയ്ത് കൂട്ടിരിക്കുന്നു. മറ്റുള്ളവർ ചെയ്ത എന്തൊക്കെ പ്രശ്നങ്ങളാണ് മുരളിക്ക് ഗുണം ചെയ്യുക? പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ബാങ്ക് തട്ടിപ്പിൻ്റെ മനസ്സിലാക്കട്ടല്ലേ ഈ ഇവിടുത്തെ എന്തോ മാത്രം ആൾക്കാരെ കാശ് കൊടുക്കാണ്ട് അവർ പേരും പറ്റി നടക്കല്ലേ, കാശ് കൊടുക്കാണ്ട് അങ്ങനെ അതൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അതുപോലെ പിന്നെ ഭയങ്കര ഓഫറുകളൊക്കെ ഉണ്ട്. വല്ല ഓഫറുകൾ അവർ ശരിയാക്കുന്നുണ്ട്, റെഡിയാക്കുന്നുണ്ടാ ഈ പറച്ചിലല്ലാണ്ട്. അങ്ങനെയൊക്കെയാണ്. എന്തെന്ത് ബാധിക്കില്ലേ? എന്തുമാത്രം അത്ര കോടിക്കണക്കിന് ഉറുപ്പിനെ അവർ നാട്ടുകാരെ ഇപ്പോൾ വെച്ചുണ്ടാക്കി കാശ് കൊണ്ട് മന്ത്രിമാർ വയറ് വീർപ്പിച്ച് നടക്കുന്നു. അത് അവർക്കറിയോ? അറിയില്ല. ജയിക്കാൻ ഒരു സാധ്യതയില്ല ആളൊന്നും. അതൊക്കെ ഉണ്ട്, സോപ്പിടലൊക്കെ ഉണ്ട്, വേണ്ട ഉണ്ട്. അതൊന്നും ജയിക്കുന്ന ആളും ജയിക്കില്ല. ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ പള്ളിയും പട്ടക്കാരൊക്കെ കൊണ്ട് മുന്നേ പരസ്യങ്ങൾക്ക് ആൾക്കാർക്ക് അറിയോ? അതുകൊണ്ടൊന്നും ആൾ ജയിക്കൊന്നുമില്ല. ആള് കുഴപ്പമൊന്നുമില്ല. മുന്നേ MP-ക്ക് മന്ത്രിക്കലായിട്ടുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ച് പേരൊക്കെ കിട്ടും. ഇതൊക്കെ ഉണ്ട്. എന്നല്ലാണ്ട് വിജയിക്കേണ്ട കാര്യമൊക്കെ സംശയം വിജയിക്കുന്നില്ല. ഇല്ലല്ലേ? അതൊന്നും ഒരു ദോഷം ചെയ്യില്ല. പോയി കയറിയിട്ട് ഒരു പേടി വിചാരിക്കില്ല, പേടിയില്ല ആൾക്ക്. അങ്ങനെയാ. അതൊക്കെ ഉറപ്പായിട്ടും ജയിക്കും മുരളി. ആര് ജയിച്ചാലും കണക്ക് ശരിയാ. നമുക്കൊരു ഉപകാരം 15 ലക്ഷം രൂപ നമുക്ക് തരാന്ന് പറഞ്ഞു. 10 കൊല്ലം മുപ്പാട് 1 രൂപ കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയില്ലേ? 1 രൂപ തരണ്ടേ? നോട്ട് നിരോധിച്ചിട്ട് അതിനുമ്പടെ 6 നോട്ട് അടിച്ചാൽ അത് 1 രൂപ നമുക്കറിയില്ലല്ലോ. കള്ളപ്പണമാണോ നല്ലപ്പണോ നമുക്കറിയേണ്ട കാര്യമില്ല. 1 രൂപ തരണോ? അതുകൊണ്ട് അത് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല. 15 ലക്ഷം രൂപ ഓരോരോ അക്കൗണ്ടിൽ ഓരോ വോട്ടർ വരുന്നു പറഞ്ഞു. അപ്പൊ 1 രൂപ നമുക്ക് കിട്ടിയ അത്ര കാര്യം ഉണ്ടായിരുന്നു. അധികം വേണ്ട. ഒന്നും കിട്ടിയില്ല. കൃഷിക്ക് 2000 വെച്ചിട്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ അതുകൊണ്ട് നമുക്ക് കിട്ടുമോ? കൃഷിക്കാരെല്ലാം നമ്മൾ എല്ലാവർക്കും കൊടുക്കണ്ടേ? സാധാരണക്കാർക്ക് ഒരു ഗുണമല്ലേ? കൃഷിക്കാരുടെ 50 ഏക്കർ പറമ്പുള്ളവർക്ക് 5 സെന്റ് ഭൂമിയുള്ളവർക്ക് കിട്ടിയാണ്. എനിക്ക് 1 രൂപ കിട്ടിയിട്ടില്ല. 15 ലക്ഷം തരാന്ന് പറഞ്ഞാൽ മാത്രമേ 15 ലക്ഷത്തിൽ 1 രൂപയിലും തരണോ? പെട്രോളിന്റെ വില കുറച്ചായിരുന്നു. അതൊന്നും പെട്രോളിനല്ല. 1 രൂപ നമുക്ക് തരണം 15 ലക്ഷത്തിലേക്ക്. അത് കിട്ടാതെ വോട്ട് ചെയ്യണില്ലെന്നാണോ? വോട്ട് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞ. അപ്പൊ ഇവര് എല്ലാവരും കണക്ക് ശരിയാണ്. ഇനി വേറെ ആൾ 50 ലക്ഷം തരുന്ന പറഞ്ഞ കാര്യം തന്നെയല്ല പണി. ഇലക്ഷന് മുന്നുള്ള വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഈ ബെഞ്ചുമേരിക്കും ആ ബെഞ്ചുമേരിക്കുന്ന ആൾക്കാർ ഈ ബെഞ്ചുമേരിക്കും. ഇതല്ലേ സർക്കസ്? അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല. എന്നിട്ട് ഗുണമല്ല നമുക്ക്. നമ്മൾ പണിയെടുത്താൽ ജീവിക്കാം. ആശുപത്രി പോയാൽ മരുന്നില്ല. മരുന്ന് കിട്ടാനിപ്പോ പാരസെറ്റമോൾ കിട്ടും. വേറെ ഒന്നുമില്ല. റേഷൻ കടയിൽ നിന്ന് അരി സാധനങ്ങൾ കിട്ടുന്നുണ്ടോ? അരി കിട്ടും. 5 കിലോ അരി കിട്ടും. ഇപ്പൊ നല്ല മറ്റേ ഭാരത് അരി ഒക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ പരിസരത്ത് ഒരു വണ്ടി വരണ്ടേ? ടൗണിൽ മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ 50 രൂപ കൊടുത്ത് പോകണം അങ്ങോട്ട് പോകാൻ. 1 കിലോ അരിക്ക് 50 രൂപ കൊടുത്ത് അങ്ങോട്ട് പോകും. ആൾക്കാർ ആകാശം 50 രൂപയ്ക്കൂടെ അരി മേടിച്ചൂടെ? തൃശ്ശൂർ അരി കൊടുക്കുന്നുണ്ട്. ഭാരത അരി 25 രൂപ 27 കൊടുക്കുന്നുണ്ട്. ഇവിടെ 300 ആൾ അങ്ങോട്ട് തൃശ്ശൂർ ചെല്ലണം. ഞാൻ 50 രൂപ വേണം. നടക്കണത് വെയിലുള്ളൊന്നും വേറെ. അപ്പൊ അതെല്ലായിടത്തും അതെല്ലായിടത്തും അത് റേഷൻ കടയിൽ കൊടുത്തൂടെ?
അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഓരോരുത്തർക്കും കിട്ടി, എല്ലാ കാർ ഉടമയും കിട്ടിയില്ലേ, വേണ്ടവർക്ക് മേടിക്കാല്ലാത്തവർ വേണ്ട. ഈ സുരേഷ് ഗോപി എങ്ങനെ നല്ല സ്ഥാനാർത്ഥിയാണോ? ആള് നല്ല പൊട്ടൊന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല, നമുക്ക് ഈ 1 രൂപ കിട്ടിയിട്ടില്ല, ആ കാര്യം അറിയുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ അതേപോലെ തന്നെ എല്ലാ ലക്ഷണവും വാഗ്ദാനം മാത്രം ഉണ്ടാവുള്ളൂ, നമുക്കൊന്നും കിട്ടില്ല. ഇന്ന് വരയ്ക്ക് 75 കൊല്ലം ഇവിടെ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടതല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർ അപ്പുറത്തിരിക്കും, അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ഇപ്പുറത്തിരിക്കും. 200 ആൾ ഇപ്പുറത്തേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയ ആൾക്കാർ മുഴുക്കം ഇങ്ങോട്ട് വരും, ഇവിടെയുള്ള ആൾക്കാർ അങ്ങോട്ട് പോകും. അപ്പോൾ ഇപ്പൊ കതിരാവും ചട്ടി ഞങ്ങടയിലാന്ന് പറയും അല്ലേ, വേറെന്ത് സർക്കസ് ഉള്ളേ? അല്ലാണ്ട് പിന്നെ എന്നിട്ട് ഇപ്പുറത്തെ ഈ ബെഞ്ചിൽ ഇരിക്കുന്ന 200 ആള് അപ്പുറത്തിരിക്കുന്ന ഒരു 150 ആളിനെ വെച്ചാൽ അവർ 50 ആൾ ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇവിടെ ഭൂരിപക്ഷമില്ലേ, കാശ് അവർ മേടിക്കും, വോട്ടർമാർക്കൊന്നുമില്ല. നമുക്ക് വാഗ്ദാനം മാത്രം ബാക്കി. നമ്മളിത് കേട്ടോടിയിട്ട് 75 കൊല്ലായില്ലേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നിന്നല്ലോ. 15 ലക്ഷത്തിൽ 1000 കിട്ടാൻ 1000 വേണ്ട, 1 രൂപ വന്നാൽ മതി. 1 രൂപ കിട്ടി, ലാഭമല്ല കിട്ടിയെന്ന് പറയാൻ. ചേട്ടാ എത്താണ് തൃശ്ശൂർ ആരടക്കാൻ സാധ്യത? എനിക്കിപ്പോ ഇതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ താല്പര്യമില്ല. ഇല്ലേ, ഇതിപ്പോ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാണ്ടായി തുടങ്ങി. അത് ഇപ്പൊ മുമ്പ് ഉണ്ടായവർ എന്ത് ചെയ്തു, ഇപ്പോൾ ഉള്ളവർ എന്ത് ചെയ്യുന്നു, ഇനി വരാൻ പോകുന്നവർ എന്ത് ചെയ്യും. അപ്പോൾ എല്ലാം ഒക്കെ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കുമ്പോഴേ നമ്മൾ പൊതുജനം കഴുതയാണ്. മറ്റേ എന്താ പറയാ, ഇവിടെ കുറെ പേര് രാഷ്ട്രീയത്തിന് പുറകെ നടന്ന് വെറുതെ ചോദിക്കാൻ വരുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, ചോദിച്ചിട്ട് എന്താ കാര്യം? മറ്റങ്ങ് പാവങ്ങളാണ്, എന്താ കാര്യം? മറ്റങ്ങ് ഈ പറയുന്ന പറഞ്ഞാൽ ഈ വരുന്നവര് ഒരു 5-10 ആൾക്കാർ രാഷ്ട്രീയവർ ഏത് പാർട്ടി ആയാലും ശരി വോട്ട് ചോദിച്ച് വരുന്നവര് അറ്റങ്ങൾ നിരപരാധികളെ പാവങ്ങള്. മനസ്സിലുണ്ട്? അറ്റങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ അറ്റങ്ങൾ ചോദിച്ചിട്ട് എന്താ കാര്യം? അറ്റങ്ങളുടെ ആവശ്യം ഞാൻ നടത്തി കൊടുക്കാറുണ്ട്. ഞാൻ നിയമസഭയിൽ ഓൾ കേരള നിയമസഭയിൽ പ്രസിഡന്റാ. അവർക്ക് വല്ല ബാങ്ക് കേസ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഓടി വരാം. അപ്പം രാഷ്ട്രീയക്കാരില്ല, ഒരു മനായിട്ടില്ല. നമുക്ക് കേരളത്തിൽ എവിടെയെങ്കിലും പോയിട്ട് എവിടെ വേണമെങ്കിലും എന്ത് നിയമപരമായിട്ടുള്ള കേസിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്ന്. പിന്നെ എന്തിന് രാഷ്ട്രീയം നമുക്ക് താല്പര്യം ഇല്ല. നല്ലൊരു വ്യക്തിക്ക് ചെയ്യും, ജയിച്ചാലും തോറ്റാലും. വെറുതെ ആ വോട്ട് പാഴാക്കില്ല. അത് നമുക്ക് അതന്നെ, അത് നമ്മൾ ചെയ്യും. അത് ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതല്ല, അത് ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് ചെയ്യും. ദാറ്റ്സ് ഓൾ. നമ്മളൊക്കെ നിങ്ങളും ഞാനൊക്കെ എന്ന് പറഞ്ഞാലേ വെറും നമ്മളൊക്കെ കഴുതിയാക്കണേ. നമ്മൾ കഴുതിയാവാൻ താല്പര്യമില്ല. അതാണ് നമ്മൾ സംഘടനയ്ക്ക് പ്രവർത്തനം മാറിയത്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നടത്തും. ഓക്കെ, ദാറ്റ്സ് ഓൾ. കൂടുതലൊന്നും നല്ലൊരു വ്യക്തി തൃശ്ശൂർ ജയിക്കുന്നു, നല്ലൊരു വ്യക്തി വരും. ആരെടുക്കും തൃശൂർ, ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.